പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ കേരളം കാലങ്ങളായി ആരോഗ്യരംഗത്ത്, സാമൂഹിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. അതിൽ ഒരു തർക്കവുമില്ല. ആരോഗ്യരംഗത്ത് നമ്മൾ അഭിമാനത്തോടു കൂടി തന്നെയാണ് ആരോഗ്യ കേരളത്തെ ഉയർത്തി കാണിക്കുന്നത്. ഭരണകർത്താക്കളാകട്ടെ നമ്മുടെ ജീവിത രീതിയൊക്കെ യൂറോപ്യൻ നിലവാരത്തിൽ എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്ക് ഗുരുതരമാകുന്ന ഒരു അസുഖം വന്നാൽ, ഒരു അപകടമുണ്ടായാൽ സാധാരണക്കാരുടെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റുകയും അവരുടെ സാമ്പത്തിക നിലയുടെ അടിത്തറയെപ്പോലും ബാധിക്കുന്ന ഒരു പശ്ചാത്തലം ആണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ സർക്കാർ ആശുപത്രികൾ മികച്ച നിലവാരം പുലർത്തുന്നു എന്നത് വസ്തുത തന്നെയാണ്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ ഇടത്തരക്കാർ പോലും സ്വകാര്യ ആശുപത്രികളെയാണ് പലപ്പോഴും പ്രയോജനപ്പെടുത്താറുള്ളത് എന്നതാണ് വസ്തുത. അതാണ് യാഥാർത്ഥ്യവും. അങ്ങനെ സ്വകാര്യ ആശുപത്രികളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അതിഭീമമായ ചികിത്സാ ചെലവാണ് നമുക്ക് വഹിക്കേണ്ടതായി വരുന്നത്. അവിടെയാണ് ഇൻഷുറൻസ് പദ്ധതികൾ എടുത്തു പറയേണ്ടത്. പലരും ഇപ്പോൾ തന്നെ വ്യക്തിപരമായി തന്നെ ഈ ഇത്തരം ഇൻഷുറൻസ് പദ്ധതികളുടെ ഭാഗമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് UDFന്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്നായിരുന്നു സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ എന്നുള്ളത്. അതിൻ്റെ തുക സംസ്ഥാന സർക്കാർ കണ്ടെത്തും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ ഉമ്മൻചാണ്ടിയുടെ പേരിൽ അങ്ങനെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമാവുകയും അതുപ്രകാരം 10 കോടി രൂപ മാറ്റിവെക്കുകയും ചെയ്തു. കഴിഞ്ഞ ബജറ്റിൽ ആയിരുന്നു ധനമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ആ പ്രഖ്യാപനം ഉണ്ടായത്. അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങ് ആകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതാണ്. ആയതിനായി 22/5/2026 ഉത്തരവ് പ്രകാരം വിഷൻ 2031 ഉൾപ്പെടുത്തി പ്രസ്തുത വിഷയം പരിശോധിച്ച് ആയത് നടപ്പിലാക്കുന്നതിനായി ആരോഗ്യ വകുപ്പിനെയും ധനകാര്യ വകുപ്പിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ വിശദമായ പദ്ധതി തയ്യാറാക്കുന്നതിനും പ്രാരംഭ ചെലവുകൾക്കുമായി 26-27 പുതുക്കിയ ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. തീർച്ചയായും ഇത് സ്വാഗതാർഹമാകുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ പ്രിയ പ്രേക്ഷകരെ, നമുക്കറിയാമല്ലോ നമ്മുടെ സംസ്ഥാനം കാലങ്ങളായി വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3-4 ടേമുകൾ പരിശോധിച്ചാൽ ഓരോ സർക്കാരുകളും ഇതിങ്ങനെ ജനങ്ങളോട് ആവർത്തിക്കുന്നുമുണ്ട്. നമ്മൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, എല്ലാവരും മുണ്ട് മുറുക്കി ഉടുക്കണം, ചെലവ് ചുരുക്കണം എന്നതൊക്കെ. ഇത് സർക്കാർ സംവിധാനങ്ങൾക്കും ബാധകമല്ലേ എന്നതാണ് ചോദ്യം. അതായത് ജനപ്രതിനിധികൾക്ക് അടക്കം ബാധകമല്ലേ? ഇവിടെ ഇതാ ഇൻഷുറൻസ് പരിരക്ഷ എല്ലാ കുടുംബങ്ങൾക്കും നൽകും എന്ന് പറയുമ്പോൾ ഈ ഇൻഷുറൻസ് പരിരക്ഷയിൽ നമ്മുടെ നിയമസഭാ സാമാജികർക്കും അംഗങ്ങൾ ആകാൻ സാധിക്കില്ലേ? നമ്മൾ ഡൽഹിയിൽ ഒരു പ്രതിഷേധം കണ്ടതാണ്, യുവാക്കളുടെ പ്രതിഷേധം. അത് എന്തിനായിരുന്നു എന്നതും നമുക്കറിയാം. അതെവിടെയാണ് എത്തി നിന്നത് എന്ന് പറയാം. ഒരു മന്ത്രിയുടെ രാജിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചു. നമ്മുടെ യുവതലമുറയടക്കം ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് നിങ്ങളിങ്ങനെ ജനങ്ങളോട് മുണ്ടുമുറുക്കി ഉടുക്കണം, ചെലവ് ചുരുക്കണം എന്നൊക്കെ പറയുമ്പോൾ സർക്കാർ സംവിധാനങ്ങളും അത് പാലിക്കുന്നുണ്ടോ? ഇവിടെ ഇതാ ഈ ഇൻഷുറൻസ് പരിരക്ഷ സാധാരണ കുടുംബങ്ങൾക്ക് നൽകാമെങ്കിൽ MLA-മാർക്കും മുൻപ് നിയമസഭാ സാമാജികർ ആയിരുന്നവർക്കുമൊക്കെ ഇത് ബാധകമല്ലേ? അവർക്കും ഈ പരിരക്ഷ എടുത്തുകൂടെ? അങ്ങനെയെങ്കിൽ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ഈ തുക മുടക്കേണ്ട ആവശ്യമുണ്ടോ എന്നതാണ് ചോദ്യം. ആ തുകയുടെ വലിപ്പം എത്രത്തോളം എന്നത് ഞാൻ പറയാം. അതിനപ്പുറത്ത് ഈ ചെലവ് ചുരുക്കണം എന്നത് എല്ലാവർക്കും ബാധകമാക്കണം എന്ന ചില പ്രതികരണങ്ങൾ ചില കോണുകളിൽ നിന്നൊക്കെ ഉയർന്നു വരാറുണ്ട്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന്. അതങ്ങ് ഡൽഹിയിൽ മാത്രമല്ല, ഈ കേരളത്തിലും സംസ്ഥാന സർക്കാരിനും എതിരെ ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതുകൂടി ഒന്ന് കേട്ടു നോക്കാം. യൂണിവേഴ്സിറ്റി അധികാരികളുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനല്ല സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇത് പുതിയ യുഗമാണ്. പുതുതലമുറയുടെ പുതിയ ചിന്താഗതികളുടെ കൂടെ നിന്ന് അവരെ വളർത്തുകയാണ് ഈ സർവകലാശാലയും അതിലെ അധികാരികളും ചെയ്യേണ്ടത്. ഈ പുതിയ ചിന്തകളെ മുറുക്കെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിന് ഈ സർവകലാശാലയും ഇനി അങ്ങോട്ട് കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ കോളേജിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ആയിട്ട് പല പരിപാടികളും ഓർഗനൈസ് ചെയ്യുന്നത്. വിദ്യാർത്ഥികള് കൂപ്പൺ വിറ്റും പിരിവ് നടത്തിയൊക്കെയാണ് പരിപാടികൾ നടക്കുന്നത്. അപ്പം ഇതൊരു പ്രൊഫഷണൽ കോളേജ് ആയതിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പല പരിപാടികളും ഓർഗനൈസ് ചെയ്യാറ്. സമയമായിക്കോട്ടെ, ചിലപ്പോൾ 1-2 പരിപാടികളെ കാണുള്ളൂ ഒരു വർഷത്തില്. അപ്പം അതിനു പോലും എതിരെ നിൽക്കുന്ന ഒരു ഓർഡറാണ് ഇപ്പൊ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ ആ ഓർഡർ ഒന്ന് വായിക്കാം. കേരള കാർഷിക സർവകലാശാല കോളേജുകളിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന പരിപാടികൾ ചെലവ് കുറഞ്ഞതും
ഉദ്ദേശബോധ്യത്തോടെയും സാമ്പത്തിക അച്ചടക്കത്തോടെയും സംഘടിപ്പിക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. എല്ലാ കോളേജുകളിലെയും വിദ്യാർത്ഥികൾക്ക് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ നൽകേണ്ടതാണ്. വിദ്യാർത്ഥികളുടെ പരിപാടികൾ ആവശ്യതയെ അടിസ്ഥാനമാക്കിയുള്ളതും ചെലവ് കുറഞ്ഞതുമായ രീതിയിൽ സംഘടിപ്പിക്കണം. അനാവശ്യവും അമിതവുമായ ചെലവുകൾ പൂർണ്ണമായും ഒഴിവാക്കണം. ഉയർന്ന പ്രതിഫലം ഈടാക്കുന്ന ബാൻഡുകൾ, DJ, മറ്റ് സമാന വിനോദ പരിപാടികൾ എന്നിവയ്ക്കായി സർവകലാശാലയുടെയോ വിദ്യാർത്ഥികളുടെയോ സാമ്പത്തിക വിഹിതം അനാവശ്യമായി വിനിയോഗിക്കാൻ അനുവദിക്കരുത്. വിദ്യാർത്ഥികളുടെ അക്കാദമിക, സാംസ്കാരിക, സാഹിത്യ, കായിക, വ്യക്തിത്വ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കാൻ വിദ്യാർത്ഥി സംഘടനകളെ പ്രോത്സാഹിപ്പിക്കണം. വിദ്യാർത്ഥികളുടെ എല്ലാ പരിപാടികളും സർവകലാശാലയുടെ നിലവിലുള്ള ചട്ടങ്ങളും സാമ്പത്തിക അച്ചടക്കവും പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം. മേൽ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം കോളേജുകളെയും വിദ്യാർത്ഥികളെയും ശ്രദ്ധയിൽപ്പെടുത്തി കർശനമായി പാലിക്കുന്നതിനാവശ്യമായ നടപടികൾ കോളേജ് മേധാവികൾ സ്വീകരിക്കേണ്ടതാണ്. ഇതിന് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ. യെസ്, മന്ത്രി ടി സിദ്ദിഖിനെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു കാർഷിക സർവകലാശാല വിദ്യാർത്ഥികളോട് ചെലവ് ചുരുക്കണം എന്ന തരത്തിൽ ഇറക്കിയ ഒരു ഉത്തരവിന്റെ പകർപ്പ് ആ വിദ്യാർത്ഥികൾ കീറിക്കളഞ്ഞത്. അവിടെ ആ വിദ്യാർത്ഥിയുടെ പ്രവൃത്തിക്ക് ലഭിച്ച കയ്യടികൾ മതി ആ കുട്ടികളുടെ വികാരം എന്ത് എന്ന് മനസ്സിലാക്കാൻ. അതായത് സംസ്ഥാന സർക്കാർ ഒരു ഭാഗത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ സർക്കാരുകൾ മാറി വരുമ്പോഴും എവിടെയൊക്കെയാണോ ചെലവ് ചുരുക്കാവുന്നത് അവിടെയൊന്നും ചെലവ് ചുരുക്കാൻ തയ്യാറാകുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ബോർഡ് കോർപ്പറേഷനുകളുടെ അംഗബലം മാത്രം പരിശോധിച്ചാൽ മതി. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ അധികം ജീവനക്കാർ ഉള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ നോമിനേഷനുകൾ ഉള്ള ഒന്നാണ് PSC എന്നത്. PSC ബോർഡിൽ തന്നെ ഉള്ള അംഗങ്ങൾ, അവർക്ക് കാര്യമായ ജോലിയൊന്നുമില്ല. പക്ഷേ 3 ലക്ഷം രൂപയിൽ അധികം ആണ് അവർക്ക് ഒരു മാസം സർക്കാർ ഖജനാവിൽ നിന്ന് ഒരംഗത്തിന് നൽകുന്നത് എന്നതാണ്. അവർ ചെയ്യുന്ന ജോലി എന്ത്, ആ ജോലിയുടെ ഭാരം എത്ര, എന്തിനാണ് ഇത്രയും അധികം തുക നൽകുന്നത് എന്നതൊന്നും വിശദീകരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവില്ല. കാരണം അധികാരം മാറി മാറി വരുമ്പോൾ ഇത്തരം സുഖലോലുപത അവർ കൂടി അനുഭവിക്കുന്ന ഒന്നാണ് എന്നതുകൊണ്ട് തന്നെ ആരും ചോദ്യം ചെയ്യില്ല. ഇവിടെ ഇതാ മറ്റൊരു വിവരം കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ചോദ്യം ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒന്ന് തന്നെയാണ്. അതായത് വിവരാവകാശ അപേക്ഷ പ്രകാരം കഴിഞ്ഞ 5 വർഷം 2ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ MLA-മാർ, മുൻ MLA-മാർ, അവരുടെ ആശ്രിതർ അവരുടെ ചികിത്സയ്ക്കായി സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും ചെലവഴിച്ചത് 38.65 കോടി രൂപ എന്നതാണ്. നിലവിൽ ഈ MLA-മാർക്കോ മുൻ MLA-മാർക്കോ ചികിത്സയ്ക്ക് വേണ്ടി തുക ചെലവഴിക്കുമ്പോൾ അതിനൊരു പരിധിയും നിശ്ചയിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വിവരാവകാശ പ്രവർത്തകൻ ആയിട്ടുള്ള രാജു വാഴക്കാല നൽകിയ അപേക്ഷയിൽ ആണ് ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത്. ആ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് രാജു വാഴക്കാലയുടെ പ്രതികരണം കൂടി കേൾക്കാം. കഴിഞ്ഞ 5 വർഷക്കാലയളവിൽ MLA-മാരുടെയും മുൻ MLA-മാരുടെയും അവരുടെ ആശ്രിതർക്കും വേണ്ടി ചികിത്സാ ഫീസ് ഇനത്തിൽ സംസ്ഥാന സർക്കാർ ചിലവഴിച്ചിരിക്കുന്നത് 30.65 കോടി രൂപയാണ്. ചിലവഴിക്കുന്ന തുകയ്ക്ക് പരിധിയില്ലാത്തത് തന്നെയാണ് ഈ റീഇംബേഴ്സ്മെൻറ്റിലൂടെ ഇത്രയേറെ തുക ഖജനാവിൽ നിന്നും ചിലവഴിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ വയ്ക്കുകയാണെങ്കിൽ ചിലവഴിക്കുന്ന തുകയ്ക്ക് ഒരു പരിധി വരികയും അതുവഴി ഖജനാവിൽ നിന്നും അനാവശ്യമായി പണം ചിലവഴിക്കുന്നത് ഒഴിവാക്കാനും സാധിക്കും. 1ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് KK ശൈലജ ടീച്ചർ കണ്ണട വാങ്ങിച്ചതിൽ പണം കൂടുതലാണെന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കിയ പ്രതിപക്ഷത്തെ അന്നത്തെ MLA ആയിട്ടുള്ള ഡോക്ടർ MK മുനീർ ഇൻസുലിൻ പമ്പിന് വേണ്ടി 6 ലക്ഷത്തിലേറെ രൂപ ചിലവഴിച്ചതായി ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇനത്തിൽ ഒരു അഴിമതിക്ക് വഴിവെക്കുന്നുണ്ട്. അത് ഒഴിവാക്കുന്നതിനായി എല്ലാ അംഗങ്ങൾക്കും അവരുടെ ആശ്രിതർക്കും ഈ മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിക്ക് ഓരോ വർഷം ഒരു ക്ലെയിം എന്ന രീതിയിൽ തുക ഏർപ്പെടുത്തുകയാണെങ്കിൽ അനാവശ്യമായി ഖജനാവിൽ നിന്നും തുക ചിലവഴിക്കുന്നത് ഒഴിവാക്കാനും അതുവഴി അഴിമതിയെ ഒരു പരിധിവരെ തുടച്ചു നിൽക്കാനോ നമുക്ക് സാധിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.